എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളപ്പയർ ചൂണ്ടലാണ്. വെളുത്ത പയറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ബ്രൗൺ പയറിലും ഇത് ചെയ്യാം. പയർ കഴുകി 10 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കുതിർത്ത പയർ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് 5 വിസിൽ വരെ വേവിക്കുക. വെള്ളപ്പയർ ചൂണ്ടൽ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് വെച്ചാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1/4 സ്പൂൺ കായം, 3 വറ്റൽമുളക്, 2 സ്പൂൺ പൊട്ടുകടല അഥവാ പൊരികടല എന്നിവയാണ്. വറുക്കാതെയാണ് നമ്മളിത് പൊടിക്കുന്നത്. മിക്സി ജാറിൽ വറ്റൽമുളക് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ ഒന്ന് പൊട്ടിച്ചിടാം. ഇനി പൊരികടലയും കായവും ചേർത്ത് ഒന്നടിച്ചെടുക്കുക. കടല പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരും. വറ്റൽമുളക് ലേശം തരിയോടുകൂടിയാണുള്ളത്. പൊടിച്ച മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി വേവിച്ച വെള്ളപ്പയർ കുക്കർ തുറന്ന് നോക്കുക. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു വറ്റൽമുളക് 3ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇനി വേവിച്ച വെള്ളപ്പയർ ചേർക്കുക. വെള്ളപ്പയർ വേവിച്ചപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കി പയർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പൊടിച്ച മസാല 2 സ്പൂൺ ചേർക്കുക. മസാലയിൽ പൊരികടല അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പയറിലുള്ള വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിവരും. ഇനി 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുക. നല്ല സ്വാദിഷ്ടമായ പോഷകഗുണങ്ങൾ നിറഞ്ഞ വെള്ളപ്പയർ ചൂണ്ടൽ റെഡി. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു വിഭവമാണ് ഇത്. ഇന്നത്തെ ഈ സിമ്പിൾ ആൻഡ് ഹെൽത്തി വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.